ശരി ശരി ശ്രീ കെ സുരേന്ദ്രൻ, PM ശ്രീയിൽ ഒപ്പുവച്ച ശേഷം പിന്മാറിയ ഒരു ചരിത്രമുണ്ട്. പഞ്ചാബ് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ പഞ്ചാബിന് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് അങ്ങ് തടഞ്ഞു വെച്ചു. 515 കോടിയോളം രൂപ അങ്ങോട്ട് തടഞ്ഞു വെക്കുകയായിരുന്നു. 2023-24 വർഷത്തെ SSK ഫണ്ടും 350 കോടി തടഞ്ഞു. 2024 കിട്ടേണ്ട 165 കോടിയും തടഞ്ഞു. അങ്ങനെ ഫണ്ട് കിട്ടാതായതോടുകൂടി വീണ്ടും അവർ PM ശ്രീ ഒപ്പിടാൻ തയ്യാറാകുന്നു. അപ്പോൾ ഇതൊരു സമ്മർദ്ദ തന്ത്രമല്ലേ? ഇതൊന്നും എഴുതി വെക്കപ്പെട്ട കാര്യമല്ല. അതായത് PM ശ്രീയിൽ ഒപ്പിട്ടാലേ SSK നൽകൂ എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അതാണ് ഇവിടെ കേരളവും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അലിഖിതമായ ചില ചട്ടങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു, സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന ആരോപണത്തിന് എന്താണ് മറുപടി? അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത് കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം. കൺകറന്റ് ലിസ്റ്റിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അവസാനം കേന്ദ്രത്തിന്റെ നയം എന്താണോ അതാണ് നടപ്പാക്കുന്നത്. ഇതിപ്പോ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്താ ആരും കോടതി പോകാത്തത്? എന്താ പഞ്ചാബിന് കോടതി പോയിട്ട് ഞങ്ങളുടെ SSK ഫണ്ട് തരണം എന്ന് പറയാൻ പറ്റാതെ കോടതി ഒന്നും അംഗീകരിക്കാത്തത്? എത്രയോ ലിറ്റിഗേഷൻ NEPക്ക് എതിരായിട്ട് പോയിട്ടുണ്ട്. ഒന്നും നിൽക്കുന്നതല്ല. കാരണം ഇത് വളരെ പുരോഗമനപരമായിട്ടുള്ളതാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്, ലോകോത്തര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കാരമാണ്. അത് കേരളം മാത്രം അംഗീകരിക്കാതിരുന്ന നഷ്ടം കേരളത്തിനേ ഉള്ളൂ. കേന്ദ്രത്തിന് എന്താണ് നഷ്ടം? കേരളത്തിന്റെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾ വിദ്യാഭ്യാസ സമൂഹത്തിന് നഷ്ടമാണ്. ശരി, അങ്ങ് പറയുന്ന ഒരു കാര്യം കൂടി വ്യക്തത വരുത്തണം. അതായത് ഈ കരിക്കുലത്തിൽ ഇടപെടില്ല. അങ്ങ് പറയുന്ന വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യോജിപ്പുള്ള കാര്യമാണ്. NEPയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ വികസനം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കരിക്കുലത്തിലേക്ക്, പാഠ്യപദ്ധതിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ CPയുടെ എതിർപ്പിനും കാരണം. അങ്ങ് തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നു സവർക്കറെ ഒക്കെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദം SCERT ആണല്ലോ, സ്റ്റേറ്റ് സിലബസിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റില്ല, അങ്ങനെ കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല എന്ന്. പക്ഷേ ഇവിടെ ഒരു സിലബസ്, ഒരു പാഠപുസ്തകം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് NCERTയെ അറിയിക്കേണ്ടി വരും എന്ന് മറിച്ചൊരു വാദവുമുണ്ട്. അതിൽ ആത്യന്തികമായി കേന്ദ്രത്തെ അറിയിക്കേണ്ടി വരില്ലേ ഇതാണ് സിലബസ് എന്ന്? അല്ല, കരിക്കുലം തയ്യാറാക്കുന്നത് SCERT ആണ്. പക്ഷേ NEPയുടെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ NEP കേന്ദ്രം ഒന്നും ഇടപെടുന്നില്ല. ഇവിടെ കള്ളപ്രചരണം ചരിത്രമായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഈ കള്ളച്ചരിത്രം എവിടെയാണ് പഠിപ്പിച്ചത്? നമ്മൾ ഇത്രയും കാലം കള്ളച്ചരിത്രമാണ് പഠിച്ചത്. പിന്നെ എന്താ സംശയം? ഗാന്ധിയെ കൊന്നത് RSS എന്നല്ലേ നമ്മളിപ്പോ ഇവര് പറഞ്ഞു നടക്കുന്നത്? ഗാന്ധിയെ കൊന്നത് RSS. ഗാന്ധി എങ്ങനെയാ മരിച്ചത്? എന്റെ ചോദ്യം, ഗാന്ധിയെ കൊന്നത് RSS അല്ല, അതാണ് പ്രശ്നം. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ്. ഗാന്ധിയെ കൊന്നത് RSS അല്ല. കപൂർ കമ്മീഷൻ. ഗോഡ്സെയുടെ ആശയം എന്തായിരുന്നു? ഗോഡ്സെയുടെ ആശയം എന്താണ്? നമ്മുടെ ചാറ്റർജി ഉണ്ടായിരുന്നില്ലേ, സോമനാഥ് ചാറ്റർജി, അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. പേരൊന്നും അറിയില്ല താങ്കൾക്ക്? അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. എന്നാ പിന്നെ CPM ആണ് കൊന്നെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്താണ്? അല്ല, ഹിന്ദു മഹാസഭയാണ് പ്രവർത്തിച്ചത്. നിങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളല്ലേ, സംവിധാനമല്ലേ? ഞാൻ ചോദിക്കട്ടെ, മാവോയിസ്റ്റുകളുടെ ആശയം എന്താണ്? ഞാനിപ്പോ പിണറായി വിജയൻ മാവോയിസ്റ്റ് ആണ്, ഇവിടെ കൊല്ലം നടക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഈ മാതിരി മുടന്തൻ ന്യായങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. കള്ളപ്രചരണം നടത്തി അത് ടെക്സ്റ്റ് ബുക്കിലാക്കി കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് അത് സാധിക്കില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു RSS ചരിത്രവും ഒരു ഇല്ല. RSS നിരോധിക്കപ്പെട്ട ചില സമയങ്ങളുണ്ടല്ലോ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ പിൻവലിച്ചു. അതേ കാരണം പറഞ്ഞിട്ട് കൊന്നതിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം തെളിവില്ല എന്നല്ല, എത്രയോ കോടതി നടപടികൾ, അതിനുള്ള സമയമല്ലേ ഇപ്പൊ. കോടതി നടപടി ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ജുഡീഷ്യൽ കമ്മീഷനുണ്ട്, കോർട്ട് നടപടികളുണ്ട്, അവിടെ നടന്ന വാദങ്ങളുണ്ട്. ഒരു തെളിവുമില്ലാത്ത ഒരു കള്ളപ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ നടത്തി, അല്ലെ കോൺഗ്രസ്സുകാർ നടത്തി. അത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു കേന്ദ്ര ഇടപെടലും ഇല്ല. NCERT എല്ലാ സഹായവും ചെയ്യാണ്. ഇപ്പൊ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന്. ഞാൻ നേരത്തെ ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ഇറക്കിയ കൈപ്പുസ്തകത്തിന്റെ ആദ്യ വാചകം തന്നെ ഇതാണ്: NEP 2020 തുടർച്ചയായി കേരളത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി ഇപ്പൊ പഠിപ്പിക്കുന്നത് പല കാര്യങ്ങളും. അതുകൊണ്ട് ഇതൊക്കെ ആളുകൾക്ക് ഇതൊന്നും അറിയാത്തത്, ഈ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് കുട്ടികളിൽ ഇപ്പൊ നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിൽ എന്താണ് നേരിടേണ്ടി വരിക അതുകൂടി അങ്ങ് പറഞ്ഞിട്ട് അങ്ങേക്ക് ചർച്ചയിൽ നിന്ന് അല്ല, അതെനിക്കറിയില്ല. ഞാൻ കേന്ദ്ര സർക്കാരിൽ പ്രതിനിധിയല്ല. സാധാരണഗതിയിൽ പഞ്ചാബിനോട് ചെയ്തത് നമ്മളോടും ചെയ്യുമോ? പഞ്ചാബ് അല്ല, എല്ലാവരും ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്നേ. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല. അല്ല, അതിനാണല്ലോ അത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണെന്ന്. കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ ഗവൺമെന്റ് ആവശ്യമായ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് വാങ്ങിക്കൊടുക്കേണ്ടത് അല്ലാതെ തന്നെ തരേണ്ടതാണ്.
ഈ പി എം അല്ലാതെ ശ്രീ തരാൻ പദ്ധതിയുടെ യാതൊരു ഫണ്ടിലല്ല ന്യായവുമില്ല. ശരിക്കും ഇത് ഒപ്പിട്ടത്, SSK കിട്ടാനാണ്. അങ്ങനെയല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ. NEP നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ ഒപ്പിടുന്നത്. അത് അങ്ങനെ മാഡം, പറയേണ്ടി വരുന്ന അല്ലാതെ ഗതികേടിനെ കുറിച്ചാണ് NEP ചോദ്യം. അല്ല, അത് ചോദിക്കേണ്ടത് ഒപ്പിടാൻ പോയവരോടാണെന്ന്. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഇത് ഒപ്പിടിക്കുന്നവരോട് കാണിക്കാതല്ലോ ചോദിക്കണ്ട. ഞങ്ങൾ ഒപ്പിട അല്ലല്ല, ഒപ്പിടാൻ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ പിണറായി വിജയനും ശിവൻകുട്ടിക്കും വായിച്ചാൽ മനസ്സിലാവാത്തവരൊന്നും അല്ലല്ലോ. അവരുടെ ആളുകൾ 2024 റാണി ജോർജ് ഞങ്ങൾ എപ്പോഴേ തയ്യാറാണ്, വേണമെങ്കിൽ 1 കൊല്ലം മുമ്പ് വരെ തയ്യാറാണെന്ന് പറഞ്ഞവരാണ് ഇവര്. ശരി. അവരോട് ചോദിക്കും ആ ചോദ്യങ്ങൾ, എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ശരി, വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.